ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങല്ലേ? ഇനിയും വരണവര് മെല്ലെ വരട്ടെ. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ 2 പ്രോബ്ലമാണ് അവസാനമായിട്ട് ഒരു റെക്കോർഡഡ് വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നത്. അത് വല്ലവർക്കും ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ചെയ്യാൻ ശ്രമിച്ചോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോട്ടെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ കിട്ടിയ വല്ലവരും ഉണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ കിട്ടിയ വല്ലവരും ഉണ്ടോ? ഓക്കെ, അപ്പൊ ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ലാസ്സിലേക്ക് പോകാം. ജസ്റ്റ് ഒന്നുകൂടി നമ്മുടെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് പറയാണ് 4 പ്രോസസ്സുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് പ്രോസസ് 1 to 2 വരെ ഉള്ളത് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ് ആണ്. 1 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ ഫ്യൂവൽ എയർ മിക്സർ ഓൾറെഡി ഫസ്റ്റ് സ്ട്രോക്ക് വഴി എഞ്ചിന് സക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ദെൻ 2 എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ആ എയർ ഫ്യൂവൽ മിക്സറിനെ നമ്മൾ കംപ്രസ് ചെയ്തിരിക്കും. ദെൻ ഈ 2 to 3 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നമ്മൾ സ്പാർക്ക് കൊടുക്കുന്ന ആ ഒരു ടൈമാണ് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വോളിയം കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നമുക്ക് അവിടെ ഉണ്ടായിരിക്കുക. ദെൻ അതിനുശേഷം നമ്മൾ സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കംപ്രസ് ആയിരിക്കുന്ന എയർ ഫ്യൂൽ മിക്സറിലേക്ക് സ്പാർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ബേണിങ്, ആ ഒരു കമ്പഷൻ കാരണം പെട്ടെന്ന് ഒരു ഹൈ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹൈ പ്രഷറിന്റെ സ്റ്റേജാണ് നമ്മൾ ഈ പറഞ്ഞ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ തേർഡ് സ്റ്റേജ്, ആ ഹൈ പ്രഷറിന്റെ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കമ്പഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് നമ്മുടെ പ്രഷർ വളരെ ചെറിയ രീതി, വളരെ കുറഞ്ഞ രീതിയിലേക്ക് ഡ്രോപ്പ് ആയി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സ്ട്രോക്കിലാണ് നമ്മൾ പവർ എടുക്കുക. അപ്പോൾ നമ്മൾ അഡിയാബാറ്റിക് എന്ന് പറയാനുള്ള ആ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കംപ്രഷൻ ആവശ്യമായിട്ടുള്ള വർക്ക് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കൊടുക്കുന്ന എനർജി കാരണം, അതായത് എയർ ഫ്യൂൽ മിക്സറിൽ നമ്മൾ ബേൺ ചെയ്യിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി കാരണം നമുക്കൊരു കമ്പഷൻ നടന്നു. ആ കമ്പഷൻ സമയത്ത് നമ്മുടെ പിസ്റ്റൺ താഴോട്ട് ഫോഴ്സ്ഫുള്ളി വന്നു. ആ താഴോട്ട് വരുന്ന സമയത്താണ് നമ്മൾ വർക്ക് പിസ്റ്റണിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 to 4 അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിൽ നമ്മൾ വർക്ക് പുറത്തേക്ക് കിട്ടുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ 4 to 1 എക്സോ സ്റ്റേജ് ആണ്, അതായത് വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു വരുന്ന ഒരു സ്റ്റേജ് ആണ്. അതൊരു കോൺസ്റ്റന്റ് വോളിയം തന്നെയാണ്, വോളിയം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ ടെമ്പറേച്ചർ വേഴ്സസ് എൻട്രോപ്പി ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ അതുപോലെ 1 to 2 ഐസെൻട്രോപിക് പ്രോസസ് ആണ്. 2 to 3 വോളിയം കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം കംപ്രഷൻ കഴിഞ്ഞ് നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ കംപ്രഷൻ നടക്കുമ്പോൾ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ദെൻ 3 to 4 വീണ്ടും ഒരു ഐസെൻട്രോപിക് പ്രോസസ് ആയിട്ടാണ് പറയുന്നത്. ഈ ഐസെൻട്രോപിക് പ്രോസസ്സുകൾ ആക്ച്വൽ കേസിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ്. ദെൻ 4 to 1 നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ അതുപോലെ എൻട്രോപ്പിയും കുറയുന്നത് കാണാൻ സാധിക്കും. അത് വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് വരുന്ന ആ ഒരു സ്റ്റേജിനാണ് ഈ 4th സ്റ്റേജ് എന്ന് പറയാം. അപ്പൊ ഇത്രയും സ്റ്റേജുകളാണുള്ളത്. ഇവിടെ 2 അഡിയാബാറ്റിക് പ്രോസസ്സുകളും, ഒന്ന് അഡിയാബാറ്റിക് കംപ്രഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, അതുപോലെ 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സുകളാണ് നമുക്കുള്ളത്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സുകൾ നമുക്ക് ഐസോകോറിക് പ്രോസസ് എന്ന് വിളിക്കാം. അപ്പൊ ജസ്റ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നുള്ള ഒരു ടേം നിങ്ങൾ വിചാരിച്ചാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ അതിന്റെ ജസ്റ്റ് ഒരു 4 പിക്ചർ കാണിച്ചുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് സ്ട്രോക്ക് തുടങ്ങുമ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് വിചാരിക്കുക. ഫസ്റ്റ് സ്ട്രോക്ക് തുടങ്ങുമ്പോൾ ഇതിനുള്ളിൽ എയർ ഫ്യൂൽ മിക്സർ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ 1 to 2 എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, അതാണ് ഈ ഒരു സ്റ്റേജ്. ഓക്കെ, 1 to 2 സ്റ്റേജിൽ നമ്മുടെ പ്രഷർ, നമ്മുടെ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ, ഡയഗ്രം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ 1 നിന്ന് തുടങ്ങി 1 to 2 വരെ ടെമ്പറേച്ചർ കൂടി വരുന്നതായിട്ട് പറഞ്ഞിരുന്നു അല്ലെ. അത് ഈ ഒരു സ്റ്റേജിലാണ്. കണ്ട, ഇവിടെ റെഡ് കളർ കാണിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കംപ്രഷൻ നടന്നതിന് ശേഷം ആ ഒരു പ്രഷർ കൂടിയ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഒക്കെ കൂടി വരുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ 3 to 4 ഒരു കോൺസ്റ്റന്റ് ഹീറ്റ് അഡീഷന്റെ ഒരു കേസ് പറഞ്ഞിരുന്നത്. സോറി, ഹീറ്റ് അഡീഷന്റെ കേസ് കോൺസ്റ്റന്റ് വോളിയത്തിൽ അല്ലെ, ആ കേസാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. കോൺസ്റ്റന്റ് വോളിയം ജസ്റ്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 2 to 3 സ്റ്റേജ് ആയിരുന്ന കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. ഇത് റൈറ്റിംഗ് പാഡ് വെച്ച് എഴുതുന്നതുകൊണ്ട് ചെറിയൊരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് മായ്ക്കാൻ പറ്റുന്ന നോക്കട്ടെ. ഡയഗ്രം ഒന്നും ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് നോക്കാനാണ്. ഒന്നും പറയാം. ജസ്റ്റ് 1 എന്ന് പറയുന്ന സ്റ്റേജ്, ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ആണ് 1 എന്ന് പറഞ്ഞു. നമ്മൾ ഡയഗ്രം വരയ്ക്കുമ്പോൾ അതായത് 1 സ്റ്റേജ്, ദെൻ കോൺസ്റ്റന്റ് വോളിയം, ദെൻ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, അതിനുശേഷം നമ്മുടെ 1 2 3 4 ഇങ്ങനെയായിരുന്നു അല്ലെ. ഇത് പ്രഷർ വേഴ്സസ് വോളിയം ഡയഗ്രം. ഓക്കെ, നമ്മുടെ 1 to 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1 എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഓൾറെഡി പെട്രോള് ഫ്യൂവലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ദെൻ 2 to 3 സ്റ്റേജിലാണ് കംപ്രഷൻ നടക്കാന്ന് പറഞ്ഞു. കംപ്രഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പിസ്റ്റൺ മുകളിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ ഒരു സ്ഥലത്ത്
നല്ല കംപ്രസർ ആയിട്ടിരിക്കുന്ന എയർ ആൻഡ് ഫ്യൂവൽ മിക്സർ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിയറൻസ് വോളിയം എന്നാണ് പറയാ. ദെൻ 2 to 3 സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ എന്ന് പറഞ്ഞു. ആ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ V2 എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്ന് വോളിയം തീരെ ഡിഫറൻസ് വന്നിട്ടില്ല. കണ്ട 2 എന്ന് പറഞ്ഞ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു പിച്ചിരുന്നിരുന്നത് അതേ ഒരു പൊസിഷൻ തന്നെയാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് വളരെ 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 മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയൊരു മൂവ്മെന്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിസ്റ്റന്. അതുകൊണ്ട് തന്നെ ഈ 2 എന്ന് പറഞ്ഞ സെക്കൻഡ് ഫിഗറിലുള്ള വോളിയം തേർഡ് ഫിഗറിലുള്ള വോളിയം ഏറെക്കുറെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ് നമ്മൾ പറയാൻ കാരണം. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ് നമുക്ക് ഇവിടെ സ്പാർക്ക് കൊടുക്കുന്നത് കാണാൻ സാധിക്കും. മോളിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു സ്പാർക്ക് പ്ലഗ് വഴി നമ്മൾ ഈ ഒരു കംപ്രസർ ആയിട്ടിരിക്കുന്ന എയർ ആൻഡ് ഫ്യൂവൽ മിക്സറിലേക്ക് ഒരു സ്പാർക്ക് വരുന്നത് കാണാൻ സാധിക്കും. ദെൻ 3 to 4 നമ്മുടെ എക്സോസ്റ്റ് സ്റ്റേജ് ആണ്, എല്ലാം കൂടി പുറത്തേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ പഴയ കണ്ടീഷനിലേക്ക് എത്തുന്നു. അപ്പോ 3 to 4 എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എക്സോസ്റ്റ് സ്റ്റേജും അതുപോലെ തന്നെ നമ്മുടെ പ്രഷർ ഡ്രോപ്പും എല്ലാം ഒരേ സ്റ്റേജിലാണ് കാണിച്ചിരിക്കുന്നത്. പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പാർക്ക് കൊടുത്തതിന് ശേഷം ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിസ്റ്റൺ നേരെ താഴോട്ട് വന്നത്. ഓക്കെ, ഈ താഴോട്ട് വരുന്ന ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ വർക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് എടുക്കുക ഈ ഒരു സ്റ്റേജിലാണ്. അതോടൊപ്പം തന്നെ ഈ ഗ്യാസ് പുറത്തു പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജ് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിൽ പഴയ കണ്ടീഷൻസിലേക്ക് എത്തുകയാണ്. അപ്പൊ 3 to 4 എന്ന് പറഞ്ഞതിൽ നമ്മൾ പ്രഷർ വളരെ നല്ല രീതിയിൽ കുറഞ്ഞു. പിന്നെ അവിടുന്ന് 4 to 1 എന്നുള്ള പ്രോസസ്സിൽ കംപ്ലീറ്റ് ഗ്യാസ് എക്സോസ് ഗ്യാസ് പുറത്തു പോയി വീണ്ടും പഴയ കണ്ടീഷനിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ എഞ്ചിന്റെ ഈ ഒരു പിസ്റ്റൺ വെച്ച് നിങ്ങൾ പിക്ചർ വെച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 4 പ്രോസസ്സുകൾ എങ്ങനെയാണെന്നുള്ളത്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, പിന്നെ നമ്മള് അതിലുള്ള ഹീറ്റ് സപ്ലൈഡിന്റെ 2 ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിലേക്ക് പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതുപോലെ നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ വേഴ്സസ് വോളിയം റിലേഷൻസ് ഒക്കെ പറഞ്ഞു. അവസാനം നമ്മളൊരു കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ കുറച്ച് ടെമ്പറേച്ചറുകൾ വെച്ചിട്ടുള്ള ഒരു എഫിഷ്യൻസി ഇക്വേഷൻ ആണ് നമ്മൾ ഫൈനലി കൺക്ലൂഡ് ചെയ്തത്. ഇനി അതിനുശേഷം 2 പ്രോബ്ലങ്ങളായിരുന്നു പറഞ്ഞത്. ഒന്ന് പ്രോബ്ലം 2.3 എന്ന് വിളിക്കാവുന്ന പ്രോബ്ലം ആണ്. പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. എഫിഷ്യൻസി ഓഫ് an auto cycle is 45 and gamma 1.5. ഫൈൻഡ് ഇറ്റ്സ് കംപ്രഷൻ റേഷ്യോ. അത്ര ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് നമ്മുടെ കംപ്രഷൻ റേഷ്യോ ആണ്. ഇവിടെ 6 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ഗിവൺ ഡാറ്റാസ് ഉണ്ടെന്ന് നോക്കാം. ഗിവൺ ഡാറ്റയായിട്ട് നമുക്കുള്ളത് ഒന്ന് നമ്മുടെ എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട് 45% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഡിബിൾ അല്ലേ? പറയുന്നത് ഓഡിബിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനോടൊപ്പം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പ്രോബ്ലം 2.3 അപ്പൊ പ്രോബ്ലം ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് 2 കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്ന ആ സൈക്കിളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലത്തിൽ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്നിട്ട് കംപ്രഷൻ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡാറ്റാസ് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ നമുക്ക് ആദ്യമായിട്ടുള്ളത് എഫിഷ്യൻസി 45% ആണെന്ന് തന്നിട്ടുണ്ട്. അതും പ്രത്യേകം ഓട്ടോ സൈക്കിളിന്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഓട്ടോ സൈക്കിൾ ആണോ ഡീസൽ സൈക്കിൾ ആണോ കാർനോട്ട് സൈക്കിൾ ആണോ എന്നുള്ള കാര്യം ആദ്യമേ ഐഡന്റിഫൈ ചെയ്യണം. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയണത് സ്പീഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിർത്തൂട്ടാ. അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഞാനൊരു ഫ്ലോയിൽ ചിലപ്പോൾ അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പൊ ഓട്ടോ സൈക്കിൾ ആണെന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ മനസ്സിലായി അല്ലോ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. then അതുപോലെ 45% ആയിരുന്നു അതിന്റെ എഫിഷ്യൻസി എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിലുണ്ട്. ഇനി നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമയാണ്. ഗാമയും ആറും തമ്മിൽ തെറ്റിപ്പോരുത്. 6 എന്ന് പറയുന്നത് നമ്മുടെ കംപ്രഷൻ റേഷ്യോ ആണ്. ഗാമ എന്ന് പറയുന്നത് നമ്മുടെ അഡയാബാറ്റിക് ഇൻഡെക്സ് ആണ്. ഗാമ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 6 വിചാരിച്ചിട്ട് കംപ്രഷൻ റേഷ്യോ 1.5 ആയിട്ട് എടുക്കരുത്. ഓക്കെ, മനസ്സിലായല്ലോ? സാധാരണ നമ്മൾ ഗാമ എടുക്കാറ് എത്രയാ? ഗാമ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ 1.4 ആണ് എടുക്കാറുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 1.5 ആയിരുന്നു. സോ നമുക്ക് 2 ഗിവൺ ഡാറ്റാസ് ഉണ്ട്. ഒന്ന് നമ്മുടെ എഫിഷ്യൻസി 45%, അതുപോലെ ഗാമ 1.5 എന്ന് പറഞ്ഞിട്ടുള്ള 2 കേസുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗിവൺ ഡാറ്റാസ് നമുക്ക് രണ്ടും എടുത്തെഴുതാം. ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ഈറ്റ സികൾ ടു എഫിഷ്യൻസി സികൾ ടു 45%, ദെൻ ഗാമ സികൾ ടു 1.4 എന്നുള്ള കാര്യം എടുത്ത് എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടു ഫൈൻഡ് ആർ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യമേ 6 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ ഉള്ള ഇക്വേഷൻ ഏതാണെന്ന് നമുക്ക് അപ്ലൈ മെമ്മറിയിൽ വരണം. ഓട്ടോ സൈക്കിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ആർ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഏത് ഇക്വേഷനിലാണ് വരുന്നത് എന്നുള്ളത് അപ്പൊ തന്നെ ഓർത്തെടുക്കണം. അങ്ങനെ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും ആർ എന്ന് പറയുന്ന ആ സംഭവം നമ്മുടെ എഫിഷ്യൻസിയുടെ ഇക്വേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് 1 - 1/r⁻⁻⁴ ഗാമ -1. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതണ ആറുകൾ ഗാമയും ആറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കുക. നിങ്ങൾ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ നിങ്ങൾ
വരച്ച് പഠിക്കുക. ഓക്കെ, നോർമൽ കണ്ടീഷനുള്ള സിമ്പിൾ വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ എഴുതിയിരിക്കണ 6 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഗാമയായിട്ട് തെറ്റിദ്ധരിക്കാം. ഓക്കെ, അത് എന്റെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെ ആണെന്ന് തോന്നുന്നു മാത്രം. പക്ഷെ ഞാൻ എഴുതുന്ന ഗാമ വ്യത്യാസമുണ്ട്. അപ്പൊ അത് നിങ്ങളേതായിട്ടുള്ള രീതിയിൽ ഈ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ആ ഇക്വേഷനാണ് നമുക്കുള്ളത്. ഈ ഇക്വേഷനിൽ എന്തൊക്കെ ഡാറ്റാസ് നമുക്കുണ്ട്? ഇവിടെ നമുക്ക് 45% എന്നുള്ള കാര്യം എഫിഷ്യൻസി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പെർസെന്റേജ് നമുക്ക് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് എഫിഷ്യൻസി എന്നുള്ള ടൈമിൽ 4.5 എഴുതാം. അല്ലെ, സാധാരണ പെർസെന്റേജുകൾ തന്നെ നമ്മളൊരു വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യാറ്. കാരണം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും അത് പെർസെന്റേജ് എന്ന ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനെ തിരിച്ച് ഒരു വാല്യൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് 0.45 നമ്മൾ എഴുതി. ദെൻ നമുക്കറിയാം 1 എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റന്റ് ആണ്. ദെൻ 1 ഡിവൈഡഡ് ബൈ 6 നമുക്ക് അറിയാത്ത വാല്യൂ ആണ്. സോ 6 അവിടെ തന്നെ എഴുതി. ഗാമ നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. സോ 1.5 മൈനസ് 1. ക്ലിയർ? നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അഗെയിൻ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തു. 0.45 സിക്കൽ ടു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 6/0.5 അല്ലെ. 1.5 നിന്ന് 1 പോയി കഴിഞ്ഞാൽ 0.5. നമുക്ക് ഇതിനെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ 6ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? 1 ഡിവൈഡ് ബൈ 6/1.5 ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അത് നെഗറ്റീവ് വാല്യൂ ആയിരുന്നു. അപ്പൊ ഞാൻ അത് പോസിറ്റീവ് വാല്യൂ ആക്കിയിട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ എന്തുണ്ടായി? 6 ഗാമ, അതായത് 6/0.5 കിട്ടി. ഈക്വൽ ടു എന്താണ് ഇപ്പോൾ അവിടെ ഉള്ളത്? 1 മൈനസ് 0.45 എന്നാണ് അവിടെ ആൻസർ ഉള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ 6/0.5 എന്നുള്ളതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 1/1 മൈനസ് 0.45 ചെയ്താൽ മതി. ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഇക്വേഷൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മുകളിലോട്ട് പോയി. ഡിനോമിനേറ്റർ ഉള്ളത് നോമിനേറ്ററിലേക്ക് പോയി, നോമിനേറ്റർ ഉള്ളത് ഡിനോമിനേറ്റർ ആയിട്ട് പോയി. ദെൻ നമുക്ക് 6ന്റെ വാല്യൂ നമ്മുടെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ ഫൈനലി നമ്മുടെ 6ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.311 ആണ്. നമ്മുടെ കംപ്രഷൻ റേഷ്യോ കിട്ടി. ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂ ആണ്. നിങ്ങൾ സെൽഫായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാനിപ്പോ കാൽക്കുലേറ്റർ കൈപിടിച്ചിട്ടില്ല. ജസ്റ്റ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു മാത്രം. ഓക്കെ, കുറച്ച് സ്റ്റുഡൻസ് വന്നതാണ്. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി നമ്മുടെ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.31 ആൻസർ കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വളരെ ഈസി അല്ലേ? നമുക്കൊരു ഒറ്റ കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി അതിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ആ ഇക്വേഷനിൽ 6 എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്. നമ്മുടെ V2 ഡിവൈഡ് ബൈ V1 എന്നുള്ളതാണ് നമ്മുടെ കംപ്രഷൻ റേഷ്യോ. നമുക്കറിയാം. ആ ഒരു റേഷ്യോന് പകരം നമ്മൾ 6 എന്ന് കൊടുത്തു മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന കേസുള്ളൂ. കണ്ട നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ V1 ഡിവൈഡ് ബൈ V2 ആണ് കേട്ടോ. V1 ഡിവൈഡ് താഴെയാണല്ലോ വന്നിട്ടുള്ളത്. ഇപ്പൊ 6 എന്ന് താഴെ വന്നാണ് നോമിനേറ്റർ മാറിയാണ്. V1 ഡിവൈഡ് ബൈ V2 എന്നാണ് നമുക്കറിയാം. അത് നമ്മൾ ജസ്റ്റ് അറിയണം. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡയബാറ്റിക് ഇൻഡെക്സ് എന്നുള്ള കാര്യം അറിയണം. അത് നോർമലി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1.4 എടുക്കാം. ഈ ക്വസ്റ്റ്യനിൽ 1.5 തന്നു. അത് ഇട്ട് കൊടുത്തപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കംപ്രഷൻ റേഷ്യോ കിട്ടി. 6 മാത്രമാണ് ഇവിടെ അൺനോൺ ആയിട്ടുള്ളത്. ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉള്ളവരുണ്ടോ? പറഞ്ഞു. ആറിന്റെ യൂണിറ്റോ? ടെമ്പറേച്ചർ എവിടെ വന്നുള്ളത്? നമുക്ക് ടെമ്പറേച്ചർ നമ്മൾ കെൽവിൻ ആക്കണം. പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ടോ നമുക്ക്? റിസ്റ്റ് അല്ലേ ചോദിച്ചേ? അതല്ല സർ, ആറിന്റെ യൂണിറ്റ് എന്താ? 6ന് യൂണിറ്റ് ഉണ്ടായിരിക്കുമോ? 6 എന്ന് പറഞ്ഞാൽ എന്താ? V1 ബൈ V2 അല്ലേ? V1ന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് അല്ലേ? V2ന്റെ യൂണിറ്റും മീറ്റർ ക്യൂബ് അല്ലേ? സോ യൂണിറ്റുകൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയതില്ലേ? ഇതൊരു റേഷ്യോ ആണ് കേട്ടാ. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഷ്യോ ആണ്. കംപ്രഷൻ
റേഷ്യോ. ഓക്കെ, അതായത് രണ്ട് വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ, രണ്ട് സ്റ്റേറ്റിലെ രണ്ട് വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷ്യോ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം നമ്മുടെ എയർ അതിനുള്ളിൽ കംപ്രസ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ്. ക്ലിയർ ആണല്ലോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അതേപോലത്തെ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ ഒരു ഇത്തിരി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണ് ക്ലിയറൻസ് വോളിയം, എന്താണ് സ്വെപ്റ്റ് വോളിയം എന്നുള്ള ഐഡിയ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതൊന്ന് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാം. നിങ്ങൾ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക, ഇനി ഡൗട്ട് ഉണ്ടാവരുത്. ഓക്കെ, എന്താണ് സ്വെപ്റ്റ് വോളിയം, എന്താണ് ക്ലിയറൻസ് വോളിയം, എന്താണ് ടോട്ടൽ വോളിയം എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു സിലിണ്ടർ വെച്ചിട്ടാണ് നമ്മൾ ഒരു സിലിണ്ടറിൽ ഒരു പിസ്റ്റൺ ഇട്ടിട്ട് ഒരു എഞ്ചിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓട്ടോ സൈക്കിള് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെ. ഇതാണ് നമ്മുടെ എഞ്ചിന്റെ പിസ്റ്റൺ, ഇത് നമ്മുടെ കണക്റ്റിംഗ് റോഡ് എന്ന് പറയും. അതായത് പിസ്റ്റൺ നമ്മുടെ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ ഇത് നമ്മുടെ സിലിണ്ടർ ആണ്. ഈ സിലിണ്ടറിനെ നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഇതേമാതിരി കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കട്ടെ രണ്ട് സൈഡിലും. അതെന്താ വെച്ചാൽ ഫിൻസിനെ റെപ്രസെന്റ് ചെയ്യണതാണ്. ഫിൻസ്, അതായത് എഞ്ചിൻ കൂടുതൽ ഹീറ്റ് ആകുമ്പോഴേ ആ ഹീറ്റ് ഇതിലൂടെ പുറത്തു പോകാൻ വേണ്ടി നമ്മൾ ഇടുന്ന ഒരു മെറ്റൽ പാർട്ടാണ്, ഒരു മെറ്റൽ എക്സ്റ്റൻഷൻ ആണ് ഈ ഫിൻസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ വരയ്ക്കാറുണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും, ദെൻ ഇൻലെറ്റ് വാൾവ് ഉണ്ടായിരിക്കും, എക്സോസ്റ്റ് വാൾവ് ഉണ്ടായിരിക്കും. ഇൻലെറ്റ് വാൾവ്, എക്സോസ്റ്റ് വാൾവ്, ദെൻ സ്പാർക്ക് പ്ലഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവാന്ന് പറഞ്ഞു അല്ലെ. ഇനി ഞാൻ ജസ്റ്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ആനിമേഷനിലേക്ക് ഒന്ന് പോവാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ വോളിയത്തിന്റെ ആ ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് കുറച്ചുകൂടി കളേർഡ് ആയിട്ടുള്ള പിക്ചർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് സെപ്റ്റ് വോളിയം, എന്താണ് ക്ലിയറൻസ് വോളിയം, എന്താണ് ടോട്ടൽ വോളിയം. ഓക്കെ, ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ V1 ഇവിടെ അല്ലേ, V1 എന്ന് പറഞ്ഞ സ്റ്റേജ്. ഇനീഷ്യൽ വോളിയം V1 എന്ന് പറഞ്ഞ വോളിയം ഇതാണ്. ഓക്കെ, ഇനീഷ്യൽ വോളിയം V1 എന്ന് പറഞ്ഞ വോളിയം ഇതാണ്. ഈ കാണുന്ന നീല കളറിൽ കാണുന്നത്, അതായത് മാക്സിമം എഞ്ചിനകത്തേക്ക് എത്രത്തോളം എയറിനും ഫ്യൂവലിനും കയറാൻ പറ്റും ആ വോളിയാണ് V1, ഇനീഷ്യൽ വോളിയം. ക്ലിയർ ആയല്ലോ? ഇനി V2 എന്ന് പറയുന്ന വോളിയം ഇതാണ്. ഈ ചെറിയ വോളിയം, റെഡ് കളർ കാണിച്ചിരിക്കുന്ന ഈ ചെറിയ വോളിയാണ് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. V2 എന്ന് പറയുന്ന വോളിയം, ഈ കാണുന്ന ഈ ചെറിയ വോളിയത്തിനാണ് നമ്മൾ V2 എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? V1 ടോട്ടൽ വോളിയം, V2 എന്ന് പറയുന്നത് ഈ ചെറിയ വോളിയം. ഈ ചെറിയ വോളിയത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് വോളിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ പിസ്റ്റൺ മുകളിലോട്ട് പോയാലും ഒരു ചെറിയ വോളിയം അവിടെ കംപ്രസ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതിന് മുകളിലേക്ക് പിസ്റ്റന് പോകാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പിസ്റ്റന്റെ ലിമിറ്റേഷൻസ്. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഈ റെഡ് വോളിയം അച്ചീവ് ചെയ്യുന്നത് വരെ. അപ്പൊ അതിനപ്പുറത്തേക്ക് പിസ്റ്റന് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. എത്ര ഉണ്ടായാലും ഒരു ക്ലിയറൻസ് അവിടെ കാണും. അതിനുള്ളിൽ ഉണ്ടാവുന്ന വോളിയത്തിനാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയാം. ഓക്കെ, അതിന് നമ്മൾ V2 എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഇനി ഈ രണ്ട് വോളിയം തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്വെപ്റ്റ് വോളിയം എന്ന് പറയാം. V1 മൈനസ് V2, അതാണ് നമ്മുടെ സ്വെപ്റ്റ് വോളിയം. സ്വെപ്റ്റ് വോളിയം മനസ്സിലായല്ലോ? സ്വെപ്റ്റ് വോളിയം എന്ന് പറയാ ഈ V1 മൈനസ് V2 ആണ്. അതായത് നമ്മുടെ എഞ്ചിന് ട്രാവൽ ചെയ്യാൻ, പിസ്റ്റന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വോളിയം ഉണ്ട് അല്ലെ. മാക്സിമം നമ്മൾ പറഞ്ഞു ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറഞ്ഞ ഡെഡ് സെന്റർ വരെയാണ് നമുക്ക് മാക്സിമം പോകാൻ പറ്റുള്ളൂ. ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറഞ്ഞ ഡെഡ് സെന്റർ വരെയാണ് പിസ്റ്റന് താഴോട്ട് മാക്സിമം വരാൻ പറ്റുള്ളൂ. ഈ രണ്ട് ഡെഡ് സെന്ററുകൾ തമ്മിലുള്ള ഒരു വോളിയം ഉണ്ട്. ആ വോളിയം നമ്മൾ സ്വെപ്റ്റ് വോളിയം VS എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ സ്വെപ്റ്റ് വോളിയത്തിന്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ VS ഇസ് ഈക്വൽ ടു V1 മൈനസ് V2, ടോട്ടൽ വോളിയം മൈനസ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വെപ്റ്റ് വോളിയം. ക്ലിയർ ആയല്ലോ? മൂന്ന് വോളിയത്തിന്റെ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ അവിടെ? സൽവ ആക്റ്റീവ് ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അതുപോലെ യേശുദാസ് വർഗീസ്. ഹലോ, യേശുദാസ് വർഗീസ് അവിടെ ഇല്ലേ? ഓൺലൈൻ അല്ലേ? ഋതുൽ കൃഷ്ണ, ഋതുൽ കൃഷ്ണ. എവിടെ പോയിരിക്കുന്നു? അവിടെ ഉണ്ടല്ലേ? ആരാ ഹലോ പറഞ്ഞത്?
ഓക്കെ. അപ്പൊ എന്താണ് സ്വെപ്റ്റ് വോളിയം? എന്താണ് സ്വെപ്റ്റ് വോളിയം? രണ്ടാമത്തെ കംപ്രസ്ഡ് ക്ലിയറൻസ് വോളിയം. മനസ്സിലായില്ല, എനിക്ക് ക്ലിയർ ആയില്ല. ക്ലിയറൻസ് വോളിയം അല്ലേ അത്? രണ്ടാമത്തെ കംപ്രസ്ഡ് വോളിയം. ക്ലിയറൻസ് വോളിയം അല്ല, സ്വെപ്റ്റ് വോളിയം. സ്വെപ്റ്റ് വോളിയം, SWAPT, സ്വെപ്റ്റ് വോളിയം. സ്വെപ്റ്റ് വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കണില്ലേട്ട ക്ലാസ്, ശ്രദ്ധിച്ചിരുന്നോളോ. ഓക്കെ. നവീൻ രാഗ് ആക്റ്റീവ് ആണോ? നവീൻ രാഗ്. Yes, sir. ഓക്കെ. എന്താണ് സ്വെപ്റ്റ് വോളിയം? അതാ ടോപ്പ് ഡെഡ് സെന്ററും ബോട്ടം ഡെഡ് സെന്ററും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലേ? വെരി ഗുഡ്. ആ രണ്ട് ഡെഡ് സെന്ററുകൾ തമ്മിലുള്ള ഇടയിലുള്ള വോളിയാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ. ക്ലിയർ? വേറെ ഡൗട്ട് ഇല്ലല്ലോ? സ്വെപ്റ്റ് വോളിയം എന്താണെന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്നും പറയാം. സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജിലെ വോളിയാണ് ടോട്ടൽ വോളിയം V1. ദെൻ V2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിയറൻസ് വോളിയം സെക്കൻഡ് കേസിൽ പറഞ്ഞ വോളിയം ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടോട്ടൽ വോളിയം മൈനസ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നതാണ് VS, അതായത് സ്വെപ്റ്റ് വോളിയം എന്ന് പറയും. സ്വെപ്റ്റ് വോളിയം എന്ന് പറയും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ? നമുക്ക് പ്രോബ്ലത്തേക്ക് തിരിച്ചു പോവാം. അപ്പൊ ഈ കേസിൽ പറഞ്ഞ ഇവിടെ ഒരു ഇത്ര റേഞ്ച് വരെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ V1 എന്ന് പറയുന്ന ആ ടോട്ടൽ വോളിയത്തിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, VS പ്ലസ് VC ആണ് ടോട്ടൽ വോളിയം. അതായത് സ്വെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ആണ് നമ്മുടെ V1 എന്ന് പറയാം, ടോട്ടൽ വോളിയം എന്ന് പറയാം. അപ്പൊ ആ കാര്യം മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ ഇതാണ് നമ്മുടെ VC, ഇതാണ് നമ്മുടെ VS. അപ്പൊ ഈ VC-നെയാണ് നമ്മള് V2 എന്ന് വിളിക്കുന്നത്, ടോട്ടൽ വോളിയത്തിനാണ് നമ്മൾ V1 എന്ന് വിളിക്കുന്നത്. അതിൽ ഡൗട്ടില്ലല്ലോ? ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ നമുക്ക് പ്രോബ്ലത്തേക്ക് പോകാൻ പറഞ്ഞാൽ ഇതാണ് ഇൻ ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായും ഇതൊരു ഓട്ടോ സൈക്കിൾ തന്നെയാണ്. കണ്ടീഷൻ ഓഫ് എയർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 1 bar അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി കംപ്രഷൻ. സ്റ്റാർട്ട് ഓഫ് ദി കംപ്രഷൻ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും ചിന്തിക്കുക. നമുക്ക് ഏതൊരു ഇത് വരയ്ക്കുമ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോഴും ആദ്യം നമുക്ക് ഏത് സൈക്കിളാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വരച്ചിട്ടില്ല. റഫായിട്ട് വലിയ ഭംഗിയൊന്നും കാണുന്നില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ സ്വെപ്റ്റ് വോളിയം, അപ്പൊ നമുക്കറിയാം ഈ തന്നിട്ടുള്ള വോളിയം എന്ന് പറഞ്ഞിട്ടുള്ള എന്താ? അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി കംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. കംപ്രഷൻ നടക്കുന്നത് ഏത് സ്റ്റേജിന്റെ ഇടയില? ഞാൻ ചോദിക്കണത് പറഞ്ഞാൽ മതിട്ടാ. സന്ധ്യ എസ് ഉണ്ടോ? ആക്റ്റീവ് ആണോ സന്ധ്യ എസ്? ഹലോ. ഓക്കെ. നമ്മുടെ അഡയാബാറ്റിക് കംപ്രഷൻ നടക്കുന്നത് ഏത് പോയിന്റ്സിന്റെ ഇടയില? സ്റ്റേജ് 1 to 2. ഓക്കെ ആണോ? സ്റ്റേജ് 1 to 2. സ്റ്റേജ് 1 to 2 ഇടയിലാണല്ലേ. എന്താണ് അതിന് അഡയാബാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്നത്? അവിടെ ഹീറ്റും അബ്സോർബ് ചെയ്യില്ല, റിജക്റ്റും ചെയ്യില്ല. ഹീറ്റ് ആണോ അവിടെ അബ്സോർബ് റിജക്ട് ചെയ്യുന്നത്? വർക്കല്ലേ? വർക്കാണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ചെയ്യില്ല എന്നല്ല. വെരി ഗുഡ്. ചെയ്യില്ല, പകരം വർക്ക് ചെയ്യുന്നതാണ് പറയാൻ വന്നത് അല്ലേ? ഓക്കെ, താങ്ക് യു. ശരി. അപ്പൊ നമുക്ക് 1 to 2 ഇടയിലാണ് നമുക്ക് നമ്മുടെ കംപ്രഷൻ നടക്കുക. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ട് ഓഫ് ദി കംപ്രഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് 0.1 ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. സോ സ്റ്റാർട്ട് ഓഫ് ദി കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 1 ആണ്, അതായത് T1. സോ നമുക്ക് ഗിവൺ ഡാറ്റയിൽ T1 നമുക്ക് കിട്ടി 27 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 27 + 273. ഇതൊരു യൂണിറ്റ് കൺവേർഷൻ ആട്ടോ. 300 കെൽവിൻ നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ഗിവൺ ഡാറ്റ നമ്മൾ കണ്ടുപിടിച്ചു. ഇതിനടുത്ത് പറഞ്ഞത് ഇഫ് ദ ക്ലിയറൻസ് വോളിയം ഈസ് 20% ഓഫ് ദ സ്വെപ്റ്റ് വോളിയം. ശ്രദ്ധിച്ചു കേൾക്കുക. ഇഫ് ദ ക്ലിയറൻസ് വോളിയം ഈസ്
20% ഓഫ് ദ സ്വെപ്റ്റ് വോളിയം. അപ്പൊ തന്നെ നമ്മൾ മനസ്സിൽ ഓടി വരേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വെപ്റ്റ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നോക്കണം. സ്വെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 മൈനസ് V2 ആണ്. സോ ഈ വോളിയത്തിന്റെ 20% നമ്മുടെ ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് വോളിയം VC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് V2 തന്നെയാണ്. സോ V2 എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കണമെങ്കിൽ ഈ V1 മൈനസ് V2ന്റെ 20% കണ്ടുപിടിക്കണം. അതായത് ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു 0.20 മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ V2 എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിക്കാനായിട്ട് 20% ഇൻറ്റു V1 മൈനസ് V2. ഈ 20% നമ്മൾ വാല്യൂ ആക്കി മാറ്റണമെങ്കിൽ ഡിവൈഡ് ബൈ 100%നെ വാല്യൂ ആക്കണമെങ്കിൽ 100 ചെയ്യുക. ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് V2 കിട്ടുള്ളൂ. V2 എന്ന് പറയുന്നത് നമ്മുടെ എന്ത് ക്ലിയറൻസ് വോളിയം. അപ്പൊ അതാണ് ഈ ഒരു ഇക്വേഷനിൽ ഗിവൺ ഡാറ്റ പോലെ എടുത്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ തന്നെ നമ്മൾ ആ റിലേഷൻസ് അങ്ങനെ എന്തെങ്കിലും വോളിയം റിലേഷൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ? അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പിന്നീട് മറന്നു പോകും. അപ്പൊ അങ്ങനെ 2 ഡാറ്റകൾ കിട്ടിയിരിക്കുകയാണ്. ഫസ്റ്റ് ഗിവൺ ഡാറ്റ ആയിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടി. സെക്കൻഡ് ഒരു വോളിയം റിലേഷൻ ആയിരുന്നു, അത് നമ്മൾ കണ്ടുപിടിച്ചു. ജസ്റ്റ് ഞാൻ ഡയഗ്രാം ഒന്നും വരയ്ക്കട്ടെ. നേരത്തെ നോക്കിയപ്പോൾ ഡയഗ്രാം പോയി. V1 ഇതൊക്കെ കാണാപ്പാടം വരയ്ക്കാൻ പഠിച്ചോളൂ കേട്ടോ. ഓട്ടോ സൈക്കിൾ എന്താണ്, മറ്റേ സൈക്കിൾ എന്താന്നൊക്കെ എല്ലാം കാണാപ്പാടം വരയ്ക്കാൻ പഠിച്ചോളൂ. ഓക്കെ. അടുത്ത പറഞ്ഞല്ലോ. അപ്പൊ സെക്കൻഡ് കേസും കിട്ടി. ടെമ്പറേച്ചർ ഓഫ് ദി എൻഡ് ഓഫ് ദി കംപ്രഷൻ ആൻഡ് നമുക്ക് കണ്ടുപിടിക്കുന്ന ടെമ്പറേച്ചർ ഓഫ് ദി എൻഡ് ഓഫ് ദി കംപ്രഷൻ എന്നാണ്. അപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? T2 ആയിരിക്കും അല്ലെ. ആൻഡ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ദി സൈക്കിൾ. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി പറഞ്ഞാൽ നമ്മുടെ ഈറ്റ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട 2 സംഭവം. ഓക്കെ. പിന്നെ നമുക്ക് ഇനീഷ്യൽ മറ്റൊരു കേസ് കൂടി പറഞ്ഞിരുന്നു, ഞാൻ ജസ്റ്റ് വിട്ടുപോയതാണ്. നമ്മുടെ പ്രഷർ P1. പ്രഷർ P1 1 ബാർ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതും ഗിവൺ ഡാറ്റയിലേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. പ്രഷർ P1 1 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ബാർ നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 10⁵ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 3 ഗിവൺ ഡാറ്റയാണ് ഈ ഒരു പിക്ചറിൽ നമുക്കുള്ളത്. സോ നമുക്കിനി കാൽക്കുലേഷനിലേക്ക് പോവല്ലേ? ക്ലിയർ? ഇത്രയും ഗിവൺ ഡാറ്റകൾ എടുത്ത് എഴുതിയ കാര്യം മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ക്ലിയർ ആയി. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഇല്ലെങ്കിൽ പറഞ്ഞോളൂട്ടാ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഉള്ള ആ വോളിയം റിലേഷനിൽ 0.20 എന്ന് പറഞ്ഞ ആ വാല്യൂ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ 0.2 V1 മൈനസ് 0.2 V2 എന്നായി നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ? നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തു. കാരണം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഒരു V2 ഉണ്ട്. സോ V2വിന്റെ അവിടേക്ക് എന്ത് ചെയ്തു? ആ 0.2 V2വിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ അവിടെ എന്തുണ്ടായി? പ്ലസ് ആയി മാറി. ഇക്വേഷനിൽ ചെറിയ ചേഞ്ച് വന്നു. ഈക്വൽ ടു 0.2 V1. ഇതാണ് ഇപ്പോഴത്തെ ഇക്വേഷൻ. ഇതെന്താ ആഡ് ചെയ്തപ്പോ 1.2 V2. കാരണം അവിടെ ഒരു 1 ഉണ്ട്. 1 നമുക്ക് കാണുന്നില്ലെങ്കിലും വെറുതെ V2 നിൽക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു 1 ഉണ്ടെന്ന് അറിയാം. സോ ആ 1 ഇൻറ്റു V2 പ്ലസ് 0.2 ഇൻറ്റു V2 എന്നുള്ളതിൽ ടോട്ടൽ ചെയ്തിട്ട് നമ്മളൊരു 1.2 V2 എന്ന് എഴുതി. സൈഡിൽ റൈറ്റ് സൈഡിൽ 0.2 V1 തന്നെ. ദെൻ ഇതിന്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. നമ്മൾ ചെറിയ റീഅറേഞ്ചിങ് നടത്തിയിട്ട് V1 ബൈ V2 ഇസ് ഈക്വൽ ടു 1.2 ഡിവൈഡഡ് ബൈ 0.2. ആൻസർ 6 കിട്ടി. സോ നമുക്ക് തന്നിട്ടുള്ള വോളിയം റേഷ്യോ വെച്ചിട്ട് അല്ലെങ്കിൽ ആ വോളിയം റിലേഷൻ വെച്ചിട്ട് നമ്മൾ കംപ്രഷൻ റേഷ്യോ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടാ. ഇത്രയും കാര്യത്തിൽ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് വിചാരിച്ചോട്ടെ. ഡൗട്ട് ഇല്ല എന്ന് വിചാരിച്ചോട്ടെ. അതെ സാർ, ഡൗട്ടില്ല. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഈ ഒരു പേജ് നമ്മൾ ജസ്റ്റ് മറിക്കുകയാണ്. അടുത്ത പേജിൽ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടിയിട്ടാ. 6 കിട്ടിയുള്ള ഗുണം എന്താണ്? 6 കിട്ടിയുള്ള ഗുണം എന്താ? നമുക്ക് ഇവിടെ കംപ്രഷൻ റേഷ്യോ 6 കിട്ടി നമുക്ക്. 6 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ 6 തന്നെ, ലെറ്ററിലും 6 തന്നെ. 6 എന്ന് പറഞ്ഞ ഒരു വാല്യൂ നമുക്ക് കിട്ടി 6. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം അല്ലേ? കാരണം എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ ആകെ കൂടിയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ 6 ആണ്. പിന്നെ ഗാമ എന്ന് പറയുന്നതിന്റെ വാല്യൂ നമുക്ക് ഒന്നും തന്നിട്ടില്ലെങ്കിലും 1.4 എടുക്കാം എന്നുള്ള ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് 6 ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. സോ ദ എഫിഷ്യൻസി ഈസ് 1 മൈനസ് 1 ബൈ 6 റേസ് ടു ഗാമ മൈനസ് 1. ദാറ്റ് മീൻസ് 1 മൈനസ് 1 ബൈ 6 റേസ് ടു 1.4 മൈനസ് 1. ദാറ്റ് മീൻസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 6 റേസ് ടു 0.4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എഫിഷ്യൻസിയുടെ വാല്യൂ കിട്ടി. അത് കിട്ടുക എങ്ങനെയാണ്?
0.5116 എന്നാണ് കിട്ടുക. അതിന്റെ കൂടെ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായി, അത് നമുക്ക് പെർസെന്റേജ് ഒക്കെ മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഞാൻ ഒറ്റടിക്ക് ഇങ്ങനെ ചാടിയെന്ന് മാത്രം, കാരണം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് T2 ആണ്, ഇതിനടുത്തിൽ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യം 6 കിട്ടിയപ്പോൾ ഈസി ആയിട്ട് എഫിഷ്യൻസി കണ്ടുപിടിച്ചു വെച്ചെന്ന് മാത്രം. ഓക്കെ, പിന്നീട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ക്ലിയർ ആണല്ലോ, എഫിഷ്യൻസി കിട്ടിയ കാര്യം ക്ലിയർ ആണല്ലോ, എഫിഷ്യൻസി കിട്ടിയ കാര്യം ക്ലിയർ അല്ലേ? യെസ് സർ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. ടെമ്പറേച്ചർ റിലേഷൻ നമ്മൾ അഡിയാബാറ്റിക് കംപ്രഷൻ ആണെങ്കിൽ നമ്മളുള്ള റിലേഷൻ ആണ് T2/T1 = V1/V2 γ-1 എന്നുള്ള റിലേഷൻ. ആ റിലേഷനിലെല്ലാം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് T2 ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് T1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ചെറിയ റീഅറേഞ്ചിങ് നടത്തുന്നു. V1/V2 γ-1. ഇവിടെ V1/V2 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ 6 ആണ്, നമ്മുടെ കംപ്രഷൻ റേഷ്യോ ആണ്. സോ T1 ഇൻറ്റു ബ്രാക്കറ്റില് R⁻γ-1, ഗാമ തെറ്റിപ്പോരുത്, സിഗൽ ടു. അപ്പൊ നമുക്ക് ഇനി വാല്യൂസ് കൊടുക്കാം. T1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ ഉള്ളത് 300 കെൽവിൻ ആണ്. ഇൻറ്റു, എപ്പോഴും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പില് യൂണിറ്റോട് കൂടിയിട്ട് എഴുതുക. ആൻസർ എഴുതുമ്പോൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ യൂണിറ്റ് കൂടി ചേർത്ത് കാൽക്കുലേഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എന്ത് യൂണിറ്റ് വരാന്ന് കണ്ടുപിടിക്കാം, ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായ? 300K അവിടെ ഉണ്ട്. പിന്നെ കംപ്രഷൻ റേഷ്യോന് പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് R എന്നുള്ളത് ജസ്റ്റ് 6 ആയിട്ട് തന്നെ എഴുതാം, യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട്. ദെൻ (1.4 - 1) അഡയാബാറ്റിക് ഇൻഡെക്സിനും പ്രത്യേകിച്ച് യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തതിനു ശേഷം നമുക്ക് T2 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അത് കിട്ടിയിട്ടുള്ളത് 614.30 ആണ് നമുക്ക് കിട്ടിയുള്ള വാല്യൂ. അപ്പൊ അതിന്റെ കൂടെ ആകെ കൂടിയിട്ടുള്ള യൂണിറ്റ് K മാത്രമാണ്. കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ആകെ കൂടിയിട്ടുള്ള യൂണിറ്റ് K മാത്രമാണ്. സോ ആ K ചുമ്മാ നമ്മൾ എടുത്ത് എഴുതി. ആ Kയിൽ നിന്ന് -273 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസും കിട്ടും. അപ്പൊ T2 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് 614.30 കെൽവിൻ ആണ്. അതിൽ നിന്ന് 273 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 341.30 ഡിഗ്രി സെൽഷ്യസ് കിട്ടും. അത് ടെമ്പറേച്ചർ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു T2 ആണ്. പക്ഷെ അത് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുന്ന മാത്രം. അപ്പൊ നമ്മുടെ ഇവിടെ ഫൈനൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചു. എഫിഷ്യൻസി എന്ന് പറയുന്നത് 51.16% ആണ് നമ്മുടെ എഫിഷ്യൻസി. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആയിട്ടുള്ള ആഫ്റ്റർ കംപ്രഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 3 ആഫ്റ്റർ കംപ്രഷൻ എന്ന് പറയുന്നത് 314.30 ഡിഗ്രി സെൽഷ്യസും കിട്ടി, അല്ലെങ്കിൽ 614.30 കെൽവിൻ നമുക്ക് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും ഇതിന് 51.16 എഫിഷ്യൻസി വന്നത്? ഇതൊരു നല്ല എഫിഷ്യൻസി ആണോ? ആർക്കെങ്കിലും ആൻസർ പറയാം. ഇതൊരു നല്ല എഫിഷ്യൻസി ആണോ? ഈ 51.16 എന്ന് പറയുന്ന ഒരു എഫിഷ്യൻസി നല്ലൊരു എഫിഷ്യൻസി ആണോ ഒരു എഞ്ചിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ? ഓട്ടോ സൈക്കിൾ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിന്റെ എഫിഷ്യൻസി നോക്കുമ്പോൾ, നമ്മൾ ജസ്റ്റ് കോമൺ സെൻസിൽ നോക്കുമ്പോൾ 51.16% ഇതിന് എഫിഷ്യൻസി ഉള്ളൂ. ഇതൊരു ഇനഫ് ആയിട്ടുള്ള എഫിഷ്യൻസി ആണോ? അല്ലല്ലോ. മുഹമ്മദ് സുനീർ ഉണ്ടോ? അല്ല അല്ലെ? ഓക്കെ, ആരാ പറഞ്ഞത്? റെമിൽ. ഓക്കെ, റെമിൽ. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു എഫിഷ്യൻസി ഇങ്ങനെ കുറയാനുള്ള കാരണം ആയിരിക്കുക? പല ലോസ് ഒക്കെ ഉണ്ടാവില്ലേ, ഹീറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പല ലോസും ഉണ്ടാവും, ഹീറ്റ് ലോസ് ഉണ്ടായിരിക്കും. വെരി ഗുഡ്. അപ്പൊ ആക്ച്വലി നമ്മൾ പറയുന്നത് ഒരു പെട്രോൾ 1 കിലോ പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എനർജിയുടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റിന്റെ, അല്ലെങ്കിൽ അത് മൂലം ഉണ്ടാവുന്ന ഹീറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മുടെ കയ്യിൽ. അതായത് 1 കിലോന്റെ ഉള്ളിൽ എത്ര ഹീറ്റ് ഉണ്ടാവും, അതാണ് കലോറിഫിക് വാല്യൂ. അപ്പോ നമുക്ക് ആവശ്യമായിട്ടുള്ള അത്ര ഹീറ്റിനേക്കാൾ കൂടുതൽ ഹീറ്റ് ആക്ച്വലി 1 കിലോഗ്രാം പെട്രോളിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ എഞ്ചിന് ഈ പറഞ്ഞ മാതിരി പല ഹീറ്റ് ലോസുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എഞ്ചിൻ ഒരു ഐസൊലേറ്റഡ് എഞ്ചിൻ ഒന്നല്ല. ഐസൊലേറ്റഡ് എഞ്ചിൻ ആണെങ്കിൽ അത് കുറെ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഡാമേജ് ആയി പോകും, അല്ലെ? അത് ഹീറ്റ് കൂടിയിട്ട് ഡാമേജ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്തൊന്നും വെക്കാൻ പറ്റില്ല. അത് എപ്പോഴും ഓപ്പൺ ആയിട്ട് കുറച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ ഉള്ള രീതിയിൽ വേണം വെക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കെ ഉള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത കാരണം ആവശ്യമില്ലാത്ത കുറെ ഹീറ്റ് ബേൺ
ബേൺ ചെയ്ത് വരുന്ന ഹീറ്റ് ആവശ്യമില്ല, കുറെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പുറത്തേക്ക് പോകുന്ന അത് മാത്രമല്ല, ബാക്കി ഈ ട്രാൻസ്മിഷൻ ലോസ്, അങ്ങനെ ഈ പവർ ഡ്രോപ്പ്, അങ്ങനെ പറഞ്ഞ കുറെ കാരണങ്ങൾ കൊണ്ട് എഫിഷ്യൻസി കുറയാം. അപ്പം മെയിൻ ആയിട്ട് ഈ ഹീറ്റ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു എഫിഷ്യൻസി ഇത്ര അധികം താഴ്ന്നു പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഈ 2 പ്രോബ്ലം ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടൈം എപ്പോഴാണ്, എത്ര മണിക്കാണ് ഇനി ക്ലാസ് ക്ലോസ് ചെയ്യുക? ഈ അവറിന്റെ ഇതെപ്പോഴാണ്, അവർ എപ്പോഴാ തീരുക? ആരുമില്ലേ, പോയാ? ഹലോ, ശരിക്കും 2 to 3 ബട്ട് നേരത്തെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 2:45 വരെയൊക്കെ ആയിരിക്കും അല്ലെ? 1:45 തുടങ്ങിയല്ലേ? 1 hour ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ? 1 hour ഉണ്ടാവോ? 1 hour ഉണ്ടാവാറില്ല. 45 minutes സാധാരണ. 45 minutes ഉണ്ടാവും അല്ലെ? ക്ലാസ് പിന്നെ അപ്പൊ 2:30 കഴിയുന്നുണ്ടായിരിക്കോ? പുതിയ പ്രോബ്ലം ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോബ്ലം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി നോക്കുക. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റണമെന്ന് നോക്കുക. നിങ്ങൾക്ക് ആ പറയുന്ന ടേമുകൾ സ്വയമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്ന് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. അടുത്ത പ്രോബ്ലം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, അത് നിങ്ങളൊന്ന് ചെയ്യാൻ പറ്റണമെന്ന് നോക്കുക. അടുത്ത പ്രോബ്ലം 2.10 എന്ന് പറഞ്ഞ പ്രോബ്ലം. അതിൽ വരുന്നത് ഒരു മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു പുതിയൊരു ടേമായിട്ട് വരുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്തേക്ക്, ഞാൻ പറയുന്ന സംഭവം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്ക്. മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അടുത്ത ദിവസത്തെ ചെയ്യാനുള്ള പ്രോബ്ലം ആണ് മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം. അപ്പൊ അതില് മീൻ എഫക്റ്റീവ് പ്രഷറിന്റെ ഇക്വേഷൻ ഇതാണ്: വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ സെപ്റ്റ് വോളിയാണ്. നേരത്തെ പറഞ്ഞ സെപ്റ്റ് വോളിയത്തിൽ എഴുതിയ സ്പെല്ലിങ് എ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, തെറ്റിയതാണ്, ഇ ആണ് ആക്ച്വലി. SWEPT ആണ് കേട്ടോ, സ്വിഫ്റ്റ് വോളിയം ആണ്. നേരത്തെ ഒരു പ്രാവശ്യം എ യൂസ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സെപ്റ്റ് വോളിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ വർക്ക് ഡൺ ഡിവൈഡ് ബൈ സെപ്റ്റ് വോളിയാണ് നമ്മുടെ മീൻ എഫക്റ്റീവ് പ്രഷറിന്റെ ഇക്വേഷൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അതുപോലെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മൾ സൈക്കിൾ വരയ്ക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ സൈക്കിൾ ഇതാണെങ്കിൽ 1 2 3 4 ഇതാണ് നമ്മുടെ സൈക്കിള്. ഇവിടെ നമ്മളൊരു വർക്ക് കൊടുക്കുന്നുണ്ട്, ഇവിടെ നമുക്കൊരു വർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കിട്ടിയ വർക്കിൽ നിന്ന്, ഇത് വർക്ക് ഇൻപുട്ട് ആണെങ്കിൽ ഇത് വർക്ക് ഔട്ട്പുട്ട് ആണ്. അപ്പൊ കിട്ടിയ വർക്കിൽ നിന്ന് നമ്മൾ കൊടുത്ത വർക്ക് മൈനസ് ചെയ്യുക, അതാണ് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ W0 ഡിവൈഡർ മൈനസ് W ഇൻപുട്ട്, അതാണ് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മളൊരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഈ ഇക്വേഷൻ അഡിയാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ WO ഔട്ട്പുട്ട്, ഇതാണ് W ഇൻപുട്ട്. അത് നിങ്ങൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് P3 V3 P4 V4 ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് P2 V2 P1 V1 ആണ്. അപ്പൊ ഇത് ഇനീഷ്യൽ കണ്ടീഷനിലെ വർക്ക് കൊടുക്കുന്നതും ഈ ഫസ്റ്റ് ടേമിൽ കാണുന്നത് നമ്മൾ വർക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി നമ്മുടെ വർക്ക് ഡൺ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വർക്ക് ഡൺ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു P3 V3 മൈനസ് P4 V4 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 മൈനസ് P2 V2 മൈനസ് P1 V1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്യണൊക്കെ വരും കേട്ടോ. നമ്മളതിലുള്ള വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന്, അത് നിങ്ങൾ എഴുതിയില്ലേ, ഇക്വേഷൻ എഴുതിയില്ലേ? വർക്ക് ഡൺ ഇക്വേഷൻ കഴിഞ്ഞില്ലേ? വർക്ക് ഡൺ ഇക്വേഷൻ കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ പ്രോബ്ലം ഒരു ഇത്തിരി ക്ലിയർ കുറവ് എനിക്ക് തോന്നുന്നുണ്ട്, എന്നാലും വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ദ പീക്ക് പ്രഷർ ഇൻ ഓക്കെ, അപ്പൊ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആ പ്രോബ്ലം ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതാണ് അടുത്ത ക്ലാസിക്കൽ ടാസ്ക്. ഞാൻ ചോദിക്കും എങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കും, എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തോളൂ. നമുക്ക് ഇന്റേണൽ മാർക്ക് ഇടുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ഇടയ്ക്ക് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ പിന്നെ നല്ല മാർക്ക് ഉണ്ടാവും. ഓക്കെ,
അതൊക്കെ ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് ആൻസർ പറയണേ, ഞാൻ ചോദിക്കണ ഒരു ആൻസർ പറയണ്ടോ എന്നൊക്കെ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അവസാനത്തിന്റെ ഒക്കെ ഒരു സമ്മറി ആയിരിക്കും നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ നോക്കുക. ചെയ്തവർക്ക് നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്തല്ലോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. ഇക്വേഷൻ ഒന്നും കൂടി കാണിക്കുക. MEP ആണ്. MEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ സബ്റ്റ് വോളിയം. അതിൽ വർക്ക് ഡൺ ഇക്വേഷൻ നമ്മൾ അടുത്ത പേജിലാണ് ഉള്ളത്. സബ്റ്റ് വോളിയത്തിന്റെ V1 - V2. ക്ലിയർ? വർക്ക് ഡൺ എഴുതിയെടുത്തില്ലേ പ്രജുൽ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിലും ചോദിക്കാം. എപ്പോ വേണമെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സമയത്തൊക്കെ ചോദിക്കാം. വാട്സാപ്പിൽ ഇടയ്ക്ക് അവൈലബിൾ ആവും, ആ സമയത്തൊക്കെ ചോദിക്കാം. ഓക്കെ, ഈ ഓൺലൈൻ വഴി ആയതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ എനിക്കും തോന്നുന്നുണ്ട്. അപ്പൊ അത് തരണം ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഡൗട്ടുകൾ വരികയാണെങ്കിൽ അപ്പൊ പേഴ്സണൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു. എല്ലാവർക്കും ക്ലാസ്സിന് വൈൻഡപ്പ് ചെയ്യാം. സാർ ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു സാർ, രോഹൻ കുറെ പ്രാവശ്യം കയറാൻ നോക്കി എന്ന് പറഞ്ഞു. നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് താഴെ ലെഫ്റ്റ് ആയി പോവുകയാണ്. അതെയോ? നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിലുള്ളവരൊക്കെ പറ്റുന്നുണ്ട്. ശരി താങ്ക് യു. നോക്കാം. ശരി.